ഹായ് ഫ്രണ്ട്സ്, സാപ്പിയുടെ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് ആഗസ്റ്റ് മാസം 16-ാം തീയതിയാണ്. ഇന്നലെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നലെ ഇന്നുമായിട്ട് റിലീസ് ചെയ്തിരിക്കുന്ന OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയെന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏകദേശം ഇന്നലെ ഇന്നുമായിട്ട് ഏകദേശം ആഗസ്റ്റ് മാസം 15-16 ദിവസങ്ങളിൽ 20ഓളം OTT റിലീസുകളാണ് ചെയ്തിട്ടുള്ളതാണ്. ഏകദേശം 20ഓളം OTT റിലീസുകളാണ് സിനിമകളും സീരീസുകളായിട്ടുള്ളത്. 20ഓളം സിനിമകളും സീരീസുകളാണ് റിലീസ് ചെയ്തിട്ടുള്ളത്, OTT റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഏതൊക്കെ സിനിമകളും സീരീസുകളാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആമസോൺ പ്രൈമിൽ ശരിക്കും പറയുകയാണെങ്കിൽ സർപ്രൈസുകളുടെ ഒരു പൂരം തന്നെയായിരുന്നു ഈ ഒരാഴ്ച എന്നുള്ളത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം. അതിലൊന്നാമത്തത് ഒരു മലയാളം ഡോക്യുമെൻ്ററി മൂവിയാണ്. മാവോയിസ്റ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഐസ്ട്രീം OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തത് ഒരു ആനിമേഷൻ കോമഡി ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഡെസ്പിക്കബിൾ മീ 4 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലായിട്ട് ആമസോൺ പ്രൈം, ബുക്ക് മൈ ഷോസ് എന്നീ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ്. കൊഞ്ചം പേസിനാൽ എന്ന എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തമിഴ് വഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു സീരീസാണ്, ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് സീരീസാണ്. മൈ പെർഫെക്റ്റ് ഹസ്ബൻഡ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. സത്യരാജൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സീരീസാണ്. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ഈ ഒരു സീരീസ് ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴിയാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു കോമഡി ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട ഒരു തമിഴ് മൂവിയാണ്. വാസ്കോഡ ഗാമ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ തമിഴ് ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു തെലുങ്ക് ത്രില്ലർ മൂവിയാണ്. എവോൾ എ ലവ് സ്റ്റോറി ഇൻ റിവേഴ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് ആഹാ തെലുങ്ക് വഴിയാണ് ഈ ത്രില്ലർ മൂവി റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ജാക്ക്പോട്ട് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, ഹിന്ദി, കന്നഡ ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു ആന്തോളജി സീരീസാണ്. മലയാളത്തിൽ റിലീസ് ചെയ്ത ആന്തോളജി സീരീസാണ്. മനോരഥങ്ങൾ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. നമ്മുടെ MT വാസുദേവനാരുടെ ചെറുകഥകളെ അടിസ്ഥാനമാക്കി എടുത്തൊരു സിനിമയാണ്, സീരീസാണ്. 6.25 മണിക്കൂറുണ്ട്. മൊത്തം 9 എപ്പിസോഡുകളാണുള്ളത്. മൊത്തത്തിൽ 6.25 മണിക്കൂർ ഈ ഒരു സിനിമയുടെ ദൈർഘ്യം വരുന്നുണ്ട്. ഏതെങ്കിലും എപ്പിസോഡുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. എനിക്ക് ഇന്നലെ കാണാൻ സമയം കിട്ടിയിട്ടില്ല. എന്നാലും കണ്ടിട്ട് നിങ്ങൾക്ക് വലിയ റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. മലയാളം ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ടാണ് C5ലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു സയൻസ് ഫിക്ഷൻ റൊമാൻറ്റിക് വാർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. മ്യൂട്ടൻ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് OMG ഓ മച്ചി ഗോസ്റ്റ് എന്ന് പറഞ്ഞ ഒരു കോമഡി ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. ആഹാ തെലുങ്ക് വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ്. പരിനീറ്റ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ബംഗാളി സീരീസാണ്. ബംഗാളി ഭാഷയിൽ അതുപോലെ തന്നെ ഹിന്ദി ഭാഷയിലായിട്ട് ഹോയ്ച്ചോ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു സീരീസാണ്, ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് സീരീസാണ്. വേറെ മാരി ഓഫീസ് എന്ന സീരീസിന്റെ പേര് വരുന്നത്. 2ാമത്തെ സീസണാണ്. ആഹാ തമിഴ് വഴിയാണ് ഈ ഒരു സീരീസ് തമിഴ് ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഹൻസിക പ്രധാന വേഷം കൈകാര്യം ഒരു ഹൊറർ ത്രില്ലർ മൂവിയാണ്. 105 മിനിറ്റ്സ് ആണ് സിനിമയുടെ പേര് വരുന്നത്. യൂട്യൂബിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. തമിഴ് ഭാഷയിലാണ് വന്നിട്ടുള്ളത്. തെലുങ്ക് ഭാഷയിൽ ഇതിനു മുമ്പേ തന്നെ റിലീസ് ചെയ്താണ് ഈ ഒരു സിനിമയുടെ. അടുത്ത ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെട്ട തെലുങ്ക് മൂവിയാണ്. പെക്ക മെഡലു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ETV വഴിയാണ് ഈ ഒരു സിനിമ തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഇംഗ്ലീഷ് സീരീസാണ്. ടു ക്ലോസ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷയോടെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലും ബുക്ക് മൈ ഷോസിലായിട്ടാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ റെക്കിൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷയോടെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ലയൺസ് പ്ലേ OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവി തന്നെയാണ്. ദ യൂണിയൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷയോടെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് മലയാളത്തിലുള്ള ഒരു സിനിമയാണ്. പഴഞ്ചൻ പ്രണയം എന്നാണ് സിനിമയുടെ പേര്. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ഇന്ന് വൈകുന്നേരമാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ മുതൽ ആസ്വദിക്കാവുന്നതാണ്. എന്തായാലും കണ്ട് നിങ്ങൾക്ക് വലിയ റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അടുത്തത് ആമസോൺ പ്രൈം വഴി സർപ്രൈസ് ഈ ആഴ്ച റിലീസ് ചെയ്ത സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്നാമത്തെ ലിറ്റിൽ ഹേർട്സ് ആണ്. സർപ്രൈസ് ആയിരുന്നു. ഈ ആഴ്ചത്തെ ആദ്യത്തെ സർപ്രൈസ് ആയിരുന്നു ആമസോണിൻ്റെ ഭാഗത്ത് നിന്നും. രണ്ടാമത്തത് വരുന്നത് കള്ളനും ഭഗവതിയാണ്. കുറേ കാലമായിട്ട് ആൾക്കാർ കമന്റ് ബോക്സ് ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു സിനിമയായിരുന്നു കള്ളനും ഭഗവതി എന്ന സിനിമ. എന്ന് OTT റിലീസ് ചെയ്യുന്നുള്ളത് ഒരു അപ്ഡേറ്റും അവർ പുറത്തു വിട്ടിട്ടില്ലായിരുന്നു ഇതുവരെ. സർപ്രൈസ് ആയിട്ട് ആമസോൺ പ്രൈമിൻ്റെ ഭാഗത്ത് സർപ്രൈസ് ആയിട്ട് റിലീസ് ചെയ്തിരിക്കുകയാണ്. 2 ഓപ്ഷനിലാണ് വന്നിട്ടുള്ളത്, കള്ളനും ഭഗവതി.
ആമസോൺ പ്രൈമിൽ. ഒരു കോമഡി ഡ്രാമ ഫാൻറ്റസി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഞാൻ കണ്ടിട്ടില്ല, കണ്ടിരുന്ന നിങ്ങൾ വലിയ റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അടുത്തൊരു സർപ്രൈസ് റിലീസ് ആയിട്ടുണ്ട്. ഒരു പിന്നെ തമിഴ് സിനിമയാണ്. വിജയ് ആന്റണി, ശരത്കുമാർ, അതുപോലെ തന്നെ സത്യരാജ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത മഴ പിടിക്കാത്ത മനിതൻ എന്ന് പറഞ്ഞ സിനിമ ആഗസ്റ്റ് മാസം 2-ാം തീയതി തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയാണ്. 2 ആഴ്ചകൾക്ക് ശേഷം ഈ ഒരു ഡ്രാമ അഡ്വഞ്ചർ മൂവി സർപ്രൈസ് ആയിട്ട് ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ 3 സിനിമകളാണ് ഈ ഒരാഴ്ച ആമസോൺ പ്രൈമിൽ സർപ്രൈസ് ആയിട്ട് വന്നിട്ടുള്ളത്. ആമസോൺ പ്രൈമിൽ ഇതുകൂടാതെ വേറെ കുറേ സിനിമകൾ റിലീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. തെലുങ്ക് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, കുറേ സിനിമകൾ ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. ആമസോൺ പ്രൈം തന്നെയാണ് ഈ ഒരാഴ്ചകൾ ഏറ്റവും കൂടുതൽ സിനിമകൾ റിലീസ് ചെയ്യിച്ചുള്ളത്, OTT റിലീസ് ചെയ്യിച്ചുള്ളതാണ്. മൊത്തം 20ഓളം റിലീസുകളാണ് ഇന്നലെയൊക്കെയായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. ശരിക്കും ഒരു OTT റിലീസ് പൂരം തന്നെയായിരുന്നു ഈ 2 ദിവസങ്ങളിലായിട്ട്. ഇന്നലെ തിയേറ്ററിൽ തന്നെ 11ഓളം സിനിമകൾ റിലീസ് ചെയ്തിട്ടുണ്ട് തിയേറ്ററിൽ. ഈ ഒരാഴ്ച സിനിമകൾ കൊണ്ടുള്ള അടിയാണ്. അപ്പോൾ സിനിമകളൊന്നും കണ്ടിട്ടില്ല, സത്യം പറയാൻ. ഇറങ്ങിയ സിനിമകളൊന്നും കാണാൻ സാധിച്ചില്ല. തിയേറ്ററിൽ ഇറങ്ങിയ സിനിമകളും കാണാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ OTT വന്ന സിനിമകളൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. എന്നാലും കണ്ടിട്ട് നിങ്ങൾ വലിയ റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്, പെട്ടെന്ന് തന്നെ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.